ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ലാലേട്ടനും മമ്മൂക്കൊക്കെ ഒരുമിച്ചൊരു സിനിമയിൽ അഭിനയിച്ചത് ഇപ്പൊ എത്ര കൊല്ലായില്ലേ? 10-11 കൊല്ലായി തോന്നുന്നുണ്ട്. 2020-ലാണെന്ന് തോന്നുന്നു അവരങ്ങനെ ഒരുമിച്ചൊരു സ്ക്രീൻ ഇങ്ങനെ ഷെയർ ചെയ്തത്. അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോ നീണ്ട 11 കൊല്ലത്തിന്റെ കാത്തിരിപ്പിന് ശേഷം അവർ രണ്ടുപേരും ഒരുമിക്കുക എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പൊ കേൾക്കുന്നത്. സംവിധാനം മഹേഷ് നാരായണൻ. പുള്ളിയുടെ സിനിമയിലാണ് രണ്ടുപേരും കൂടി ഒരുമിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ കേൾക്കുന്നത്. പുള്ളി ആയതുകൊണ്ട് ഒരുപാട് സന്തോഷം. കാരണം പുള്ളിയുടെ സിനിമകളൊക്കെ ഒരു കൊമേഴ്ഷ്യലി വിജയവും പിന്നെ എന്താ പറയാ ക്രിട്ടിക്കലി നല്ല അഭിപ്രായം കിട്ടിയിട്ടുള്ള സിനിമകളാണ് പുള്ളി ചെയ്തിട്ടുള്ളതൊക്കെ. അപ്പൊ വെറുതെ പുള്ളി ഒരു സിനിമ ചെയ്യില്ലേ? അങ്ങനെയാണ് ഇതുവരെയുള്ള പുള്ളിയുടെ ഒരു ഫിൽമോഗ്രഫി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ മമ്മൂക്കനെയും ലാലേട്ടനെയും പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയുണ്ടെങ്കിൽ അത് കേരള സിനിമാ പ്രേമികൾക്ക്, ഇന്ത്യൻ സിനിമാ പ്രേമികൾക്ക് നല്ലൊരു അനുഭവം തന്നെയായിരിക്കും. കാരണം രണ്ട് ലെജൻസ്, ആ രണ്ട് പേരും സ്ക്രീനിൽ വന്ന് ഒരു ഫ്രെയിമിൽ നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രൗഢി ഒന്ന് വേറെ തന്നെയാണ്. അപ്പൊ അത് ഉടനെ സംഭവിക്കുമെന്നാണ് ഇപ്പൊ കിട്ടുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഒരു മാസത്തെ ഷൂട്ട് ശ്രീലങ്കയിൽ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഡൽഹി, കേരളം ഇവിടെയൊക്കെ ഷൂട്ട് ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോ ആ പ്രോജക്റ്റ് നടക്കട്ടെ. അപ്പോൾ ഏതായാലും അതിനുവേണ്ടി കാത്തിരിക്കാം. കാരണം ഒരുപാട് നാളായി, 11 കൊല്ലം എന്നൊക്കെ പറയുമ്പോൾ ഒരു നീണ്ട ഒരു കാലയളവായി. രണ്ടുപേരും ഒരു ഫ്രെയിമിൽ കണ്ടിട്ടൊക്കെ ഒരുപാട് കാലമായി. പക്ഷെ അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്റ്റോറി വേണം, അതിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഡയറക്ടർ വേണം. എല്ലാം കൂടി ഉണ്ടെങ്കിലല്ലേ നമുക്ക് രണ്ടുപേരും ഒരുമിച്ചൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇതിപ്പോ ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് മഹേഷ് നാരായണനാണ്. അപ്പൊ പുള്ളി അതില് വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ എന്തായാലും ആ പ്രൊജക്ടിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോ നിങ്ങളുടെ അഭിപ്രായം, രണ്ടുപേരും ഒരുമിക്കുന്നു, അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ധൂം സീരീസ്, അതിനെക്കുറിച്ച് പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇന്ത്യയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സീരീസാണ് ധൂം സീരീസ്. ധൂം 1 ഇറങ്ങി, 2 ഇറങ്ങി, 3 ഇറങ്ങി. ധൂം 1-ല് ജോൺ അബ്രഹാം ആയിരുന്നു വില്ലൻ. സെക്കൻഡിൽ എത്തുമ്പോൾ ഋത്തിക് റോഷനാണ്. തേർഡിൽ അമീർ ഖാനാണ്. ഇപ്പൊ കേൾക്കുന്ന ഒരു വാർത്ത എന്താന്ന് വെച്ചാൽ ധൂമിൽ അഭിനയിക്കാൻ സൂര്യനെ സമീപിച്ചു എന്നുള്ളതാണ് ഇപ്പൊ കേൾക്കുന്നത്. അപ്പൊ അതിന്റെ ചർച്ചകൾ നടക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ഓൺലൈൻ മീഡിയാസിലും ഒക്കെ കാണുന്നു. അപ്പോ അത് സൂര്യ ആയാലും ഇപ്പൊ യഷ്രാജാണ് അതിന്റെ ധൂം സീരീസിന്റെ ഒക്കെ പ്രൊഡക്ഷൻ ഹൗസ്. അപ്പൊ അവരായാലും കൺഫേം ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ ചർച്ചകൾ നടക്കുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോ ധൂമിലൊക്കെ സൂര്യ വരികയാണെങ്കിൽ പുള്ളിയുടെ ഒരു കരിയർ ഗ്രാഫ് തന്നെ ചിലപ്പോൾ മാറിപ്പോയേക്കാം. പിന്നെ ഒരു റോക്കറ്റ് വിട്ടുള്ള ഒരു പോക്കാവും ചിലപ്പോൾ പോവുക. കാരണം ധൂം സീരീസ് ഒക്കെ അത്ര കാത്തിരിക്കുന്ന ഒരു സീരീസാണ്. ധൂം 4 എപ്പോൾ വരുന്നൊക്കെ ആലോചിച്ച് കാത്തിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഫ്രാഞ്ചൈസി അതിന്റെ ഒക്കെ ഒരു കാലഘട്ടമാണല്ലോ. ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഓൾറെഡി മൂന്ന് ഭാഗങ്ങൾ ധൂമിന്റെ കഴിഞ്ഞു. ഇനിയിപ്പൊ ധൂം 4 ആണ് വരാനുള്ളത്. അത് സംഭവിക്കില്ലെന്നൊന്നും അറിയില്ല. അപ്പൊ സൂര്യയായിട്ട് അതിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നിങ്ങനെ ഒരു വാർത്ത കേട്ടു. അപ്പൊ അത് സത്യമാണ്. അതിൽ ഭാഗമാകുന്ന സൂര്യക്ക് പറ്റുകയാണെങ്കിൽ അതൊരു ഗംഭീര സംഭവമായിരിക്കും. കാരണം ആ സീരീസിന് അത്രയ്ക്ക് ഫാൻസ് ഉണ്ട്. അപ്പൊ അതിലൊരു പാട്ടാവാൻ പറ്റിയ അത് ഗംഭീരമായിരിക്കും. സൂര്യയുടെ ഒരു കരിയറിന് അതൊരു ഗ്രോത്ത് ആയിരിക്കും. കങ്കു ഇപ്പൊ ഒക്ടോബർ മാസമായിരുന്നു എന്റെ റിലീസ്. അപ്പൊ അത് മാറ്റി. പിന്നീട് ഒരു റിലീസ് ഡേറ്റ് ഒന്നും ഇതുവരെ അവര് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്നായിരിക്കും റിലീസ്? ഒക്ടോബറിൽ ഉണ്ടാവില്ല, അപ്പൊ ഉറപ്പായി. നവംബറിൽ ഉണ്ടാവും. നവംബറിൽ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. കാരണം എന്താ വെച്ചാൽ നവംബറിൽ അങ്ങനെ വല്ല ഹോളിഡേയ്സോ അല്ലെങ്കിൽ ഒരു മുടക്കോ അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇതൊരു വലിയ ബഡ്ജറ്റ് പടമാകുമ്പോ സ്വാഭാവികമായിട്ട് അവരൊരു ഹോളിഡേ അതൊക്കെ അങ്ങനെ നോക്കിയിട്ടൊക്കെയും ചിലപ്പോൾ റിലീസ് പ്ലാൻ ചെയ്യുക. നവംബറിൽ അങ്ങനെ ഹോളിഡേ അല്ലെങ്കിൽ ഒരു
അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഇല്ല. അപ്പൊ അത് പ്രോബബ്ലി ഡിസംബറിലേക്ക് ആക്കാൻ നോക്കിയാൽ അവിടെ പ്രശ്നങ്ങൾ വേറെ ഉണ്ട്. കാരണം ഡിസംബർ ഫസ്റ്റ് വീക്ക് അങ്ങോട്ട് പുഷ്പ വരും. പുഷ്പ കഴിഞ്ഞ് കുറച്ചാള് കഴിയുമ്പോഴേക്കും ക്രിസ്മസ് വീക്കെൻഡും ക്രിസ്മസ് റിലീസുകളൊക്കെ ആയിട്ട് അങ്ങനെ തിരക്കാകും. അപ്പൊ അവിടെ കൊണ്ടുപോയി കങ്കുവനെ വെക്കുക എന്നുള്ളത് വെക്കാൻ ചാൻസ് കുറവാണ്. കാരണം അതൊരു പാൻ ഇന്ത്യൻ രീതിയിലാണ് ആ കങ്കുവ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു പാൻ ഇന്ത്യൻ എന്ന് പറയുമ്പോൾ പാൻ ഇന്ത്യൻ റിലീസ് വേണം. തമിഴ്നാട്ടിൽ മാത്രം നോക്കുകയാണെങ്കിൽ ക്രിസ്മസിനൊക്കെ റിലീസ് ചെയ്യാം. പക്ഷെ ക്രിസ്മസ് സീസണിൽ നോർത്ത് ഇന്ത്യയിൽ വലിയ വലിയ പടങ്ങൾ റിലീസ് ചെയ്യും. അതുപോലെ മലയാളത്തിൽ ഒരുപാട് റിലീസ് ഉണ്ടാവും. അതുപോലെ തെലുങ്കു സ്റ്റേറ്റ്സ്, കർണാടക, അങ്ങനെ എല്ലാ സ്ഥലത്തും അവരുടേതായ റിലീസുകൾ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഒക്കെ നടുവിൽ കൊണ്ടുപോയി കങ്കുവനെ ഒരു റിലീസ് വെക്കുക എന്നുള്ളത് ചാൻസ് കുറവാണ്. അപ്പോ അല്ലെങ്കിൽ പിന്നെ രണ്ടും കൽപ്പിച്ച് നവംബറിൽ വെക്കണം. ഹോളിയുടെ അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ല പടമാണെങ്കിൽ ആൾക്കാർ കാണും. അപ്പൊ നവംബറിൽ വെക്കുക എന്നുള്ളത് അറിയില്ല. നവംബർ 14 വെക്കുന്നുള്ളതൊക്കെ ഞാൻ എവിടെയോ വായിച്ചു. അത് ശരിയാണോന്ന് അറിയില്ല, കൺഫേം ഒന്നും ആക്കിയിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ വരാനുള്ളത് ജനുവരിയിലാണ്, അടുത്ത കൊല്ലം ജനുവരിയിൽ. കാരണം പൊങ്കൽ ഹോളിഡേസ് വരുന്നുണ്ട് അവിടെ. അപ്പൊ ജനുവരി 12, 13 ആയിട്ട് റിലീസ് വെക്കുകയാണെങ്കിൽ അതൊരു തമിഴ്നാട്ടിലൊരു പൊങ്കലാണ്. അപ്പൊ അതിന്റെ ഒരു ഹോളിഡേയുടെ ഇതിൽ ഈ പടം റിലീസ് വെക്കാം. പക്ഷെ അടുത്ത കൊല്ലത്തേക്ക് അത് റിലീസ് പുഷ് ചെയ്യുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കാരണം ഒക്ടോബർ 2-3 മാസം കൂടി കഴിഞ്ഞാൽ അടുത്ത കൊല്ലമായി. ഇതിപ്പോ ഒക്ടോബർ, നവംബർ, ഡിസംബർ, അടുത്ത കൊല്ലം വരാനാണ് പോണത്. അപ്പോ ജനുവരിയിലേക്ക് വെച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം അതൊരു ഹോളിയുടെ ഒരു വീക്ക് കിട്ടും. അപ്പൊ ആ പടത്തിനും അതൊരു ബൂസ്റ്റപ്പ് ആയിരിക്കും. പിന്നെ ജനുവരി ആ ഒരു ടൈമില് അങ്ങനെ ഹിന്ദി സിനിമയൊന്നും അങ്ങനെ റിലീസ് വെക്കാറില്ല. ഹിന്ദി സിനിമ റിലീസ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ തന്നെ ഈ റിപ്പബ്ലിക് ഡേ ജനുവരി 26 ആ ഒരു അവിടെ തൊട്ടാണ് വലിയ ഹിന്ദി സിനിമയൊക്കെ റിലീസ് വെക്കുക. അപ്പൊ ജനുവരി 12 വെക്കുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഹിന്ദി സിനിമ അങ്ങനെ റിലീസ് ഒന്നും അധികം ഉണ്ടാവില്ല. അവർ ക്രിസ്മസിന് റിലീസ് ചെയ്ത പടങ്ങൾ മാത്രമേ അവിടെ സ്ക്രീനിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ അതൊരു നല്ലൊരു സ്ലോട്ടാണ് ജനുവരി. അവർ പൊങ്കലിന്റെ ടൈമിൽ റിലീസ് വെക്കുക എന്നുള്ളത് നല്ലൊരു വെക്കാൻ പറ്റിയൊരു സ്ലോട്ടാണ്. അപ്പൊ അതിന്റെ പ്രൊഡ്യൂസർമാർ എന്ത് തീരുമാനിക്കുന്നൊന്നും അറിയില്ല. അപ്പൊ എന്തായാലും കങ്കുവയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. അതെന്ന് വരുന്ന അറിയില്ല. ഒന്നാ ഫസ്റ്റ് ഡേ പക്ഷെ ഉറപ്പാണ്. അപ്പോ കങ്കുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പങ്കുവയ്ക്കുക. അപ്പൊ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, അവസാനം സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഒന്ന് പരിഗണിക്കുക. ഗുഡ് ബൈ.